നമസ്കാരം. പ്രവാസി ഓൺലൈൻ ന്യൂസിന്റെ ന്യൂസ് എക്സ്ക്ലൂസീവിലേക്ക് ഏവർക്കും സ്വാഗതം. ജർമ്മനിയിലെ ഇന്ത്യൻ വിദ്യാർത്ഥികളെ വലിയ പ്രതിസന്ധിയിലാക്കിയ ഒരു സുപ്രധാന വാർത്തയുടെ എക്സ്ക്ലൂസീവാണ് നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുന്നത്. അതിനു മുമ്പ് ഒരു കാര്യം ഞങ്ങൾ വ്യക്തമാക്കുകയാണ്. ഞങ്ങൾ കഴിഞ്ഞ 26 വർഷമായി മാധ്യമപ്രവർത്തനം നടത്തി വരുമ്പോൾ ജർമ്മനിയിലെ വസ്തുനിഷ്ഠമായ കാര്യങ്ങൾ മാത്രമാണ് ഞങ്ങൾ അപ്ഡേറ്റ് ചെയ്യുന്നത്. പക്ഷെ പലപ്പോഴും ഞങ്ങളെ കണ്ടുകൂടാത്ത ഒട്ടനവധി ആളുകൾ, ഒട്ടനവധി വിദ്യാർത്ഥികൾ, ഒട്ടനവധി ഹൗസ് ബിൽഡിംഗുകാർ, ഒട്ടനവധി ജോലിക്കാർ എന്ന് വേണ്ട എല്ലാ മേഖലയിലുള്ളവർ ഞങ്ങളെ നിഷ്കരുണം തള്ളിക്കളഞ്ഞ് ഞങ്ങളെ ട്രോൾ ചെയ്ത് ഞങ്ങൾ വെറും കൊള്ളരുതാത്തവരായി ചിത്രീകരിച്ച് ഇവിടെ ഇരുന്ന് ബ്ലോഗ് ചെയ്യുന്നവരും മറ്റ് സോഷ്യൽ മീഡിയയിലൂടെ ഘോരഘോരം പ്രസംഗിക്കുന്നവരും അതുപോലെ തന്നെ നാട്ടിലിരുന്ന് ഓരോ യൂണിവേഴ്സിറ്റിയുടെയും ഓരോ പ്രസ്ഥാനങ്ങളുടെയും ആളുകളാണെന്ന് ധരിപ്പിച്ച് ഒട്ടനവധി കാശ് സമ്പാദിക്കുന്ന നിരവധി ആളുകളുണ്ട്. ഇവരൊക്കെ തട്ടിപ്പിന്റെ ആശാന്മാരെന്ന് ഞങ്ങൾ പലപ്പോഴും പറയുമ്പോൾ ഞങ്ങളെ ആദ്യം പറഞ്ഞ തരത്തിലുള്ളവർ ഞങ്ങളെ എപ്പോഴും മോശക്കാരാക്കി ചിത്രീകരിക്കുകയാണ്. അതിന്റെ ഒരു പരിണിത ഫലമാണ് ഇപ്പോൾ പറയുന്ന എക്സ്ക്ലൂസീവ്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ പറയുന്നതാണ് കൃത്യമായ വിവരമെന്ന് ഒരിക്കൽ കൂടി ഞങ്ങൾ ഉറക്കെ പ്രഖ്യാപിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിലേക്ക് കടന്നാൽ നൂറുകണക്കിന് ഇന്ത്യൻ വിദ്യാർത്ഥികൾക്ക് ജർമ്മനി വിടാൻ നിർദ്ദേശം കിട്ടിയിരിക്കുകയാണ്. സ്വകാര്യ സർവകലാശാലയുടെ ഓൺലൈൻ കെണിയിൽ വീണാണ് ഈ പ്രവാസികളൊക്കെ ഇപ്പോൾ ചങ്കത്ത് അല്ലെങ്കിൽ നെഞ്ചത്ത് കൈവച്ച് വാവിട്ട് കരയുന്നത്. ജർമ്മനിയിലെ ബെർലിനിൽ ഉന്നത പഠനത്തിനായി എത്തിയ നൂറുകണക്കിന് ഇന്ത്യൻ വിദ്യാർത്ഥികളുടെ, അത് മലയാളികളെല്ലാം തന്നെ ഉണ്ട് ഇതിനകത്ത്, റെസിഡൻസ് പെർമിറ്റുകൾ, അതായത് വിസ റദ്ദാക്കി രാജ്യം വിടാൻ അധികൃതരുടെ ഉത്തരവ്. ജർമ്മനിയിലെ പ്രമുഖ സ്വകാര്യ സർവകലാശാലയായ ഇന്റർനാഷണൽ യൂണിവേഴ്സിറ്റി ഓഫ് അപ്ലൈഡ് സയൻസിന്റെ, അതായത് IU കോഴ്സ് ഘടനയുമായി ബന്ധപ്പെട്ട സാങ്കേതിക പ്രശ്നങ്ങളാണ് വിദ്യാർത്ഥികൾക്ക് വിനയായത്. ഇവിടേക്കൊക്കെ നാട്ടിലിരുന്നും ഇവിടെ ഇരുന്നും ആളുകളെ വിളിച്ചു കയറ്റി പോക്കറ്റ് വീർപ്പിക്കുന്നവരൊക്കെ തന്നെ ഇതിന് ഉത്തരവാദികളാണെന്ന് ഞങ്ങൾ പറയും. കാരണം ഒന്നും അറിയാത്ത നാട്ടിലിരിക്കുന്ന വിദ്യാർത്ഥികളെ ഇങ്ങോട്ടേക്ക് ആകർഷിക്കാനായി ഇവിടെ ഇല്ലാത്ത കാര്യങ്ങൾ, ഇവിടെ കോഴ്സ് ഉണ്ടെങ്കിലും ഇതിന് സർക്കാരിന്റെയോ അല്ലെങ്കിൽ മറ്റ് സ്ഥാപനങ്ങളുടെയോ റെക്കഗ്നിഷൻ ഇല്ലാതെ നടത്തുന്നതാണെന്ന് ഞങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളെ മാറിയിരുന്ന് പുച്ഛിക്കുകയാണ് ഇത്തരക്കാർ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇത്തരമൊരു വിന ഇവർക്കുണ്ടായതെന്ന് ഞങ്ങൾ പറഞ്ഞാൽ ഞങ്ങളെ കുറ്റം പറയിട്ട് ഒരു കാര്യവും. പഠനം പൂർത്തിയാക്കാൻ മാസങ്ങൾ മാത്രം ബാക്കി നിൽക്കുകയാണ് പലർക്കും ജർമ്മൻ ഇമിഗ്രേഷൻ വകുപ്പിന്റെ, അതായത് LEAയുടെ നോട്ടീസ് ലഭിച്ചിരിക്കുന്നത്. ഇനി എന്താണ് പ്രശ്നം? ഓൺലൈൻ ട്രാപ്പാണ്. ജർമ്മൻ നിയമപ്രകാരം സെക്ഷൻ 16B ഓഫ് ജർമ്മനീസ് റെസിഡൻസ് ആക്ട് വിദേശ വിദ്യാർത്ഥികൾ സ്റ്റുഡന്റ് വിസ ലഭിക്കണമെങ്കിൽ അവർ യൂണിവേഴ്സിറ്റികളിൽ നേരിട്ടെത്തി ഇൻ പേഴ്സണൽ, അതായത് ഫുൾ ടൈം സ്റ്റഡി പഠിക്കുന്ന കോഴ്സുകളായിരിക്കണം. ഞങ്ങൾ പലപ്പോഴും പറയുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ തന്നെ. എന്നാൽ ഇതൊന്നും ആർക്കും ചെവിക്കൊള്ളാൻ താല്പര്യമില്ല. എന്താണ്? ഞങ്ങൾ നെഗറ്റീവാണ് അടിക്കുന്നത്. ഇപ്പോൾ എന്ത് പറ്റി? 20 ലക്ഷം 21 ലക്ഷം രൂപ വരെ മുടക്കി ഇവിടെ വന്നിട്ട് ഒന്നുമല്ലാത്ത കട്ടപ്പുകയായി വട്ടപൂജ്യമായി മാറുന്ന ഓരോരുത്തരെയും ഓർത്ത് ഞങ്ങൾ സഹതപിക്കുക. എന്നാൽ IU സർവകലാശാലയുടെ ബെർലിൻ കാമ്പസിലെ ഭൂരിഭാഗം കോഴ്സുകളും പൂർണ്ണമായോ അല്ലെങ്കിൽ ഭൂരിഭാഗവും ഓൺലൈൻ വഴിയുമാണ് നടത്തിയിരുന്നത്. ജർമ്മനിയിൽ വലിയ കാമ്പസ് ഉണ്ടെന്ന് അവകാശപ്പെടുമ്പോഴും ബെർലിനിൽ കേവലം ഒരു ഷോപ്പിംഗ് മാളിലെ ഓഫീസ് മുറി മാത്രമാണ് ഈ സർവകലാശാലയ്ക്കുള്ളത്. ഓൺലൈൻ കോഴ്സുകൾക്ക് ജർമ്മനിയിൽ വിസ അനുവദിക്കാൻ നിയമമില്ലെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ഇമിഗ്രേഷൻ വകുപ്പ് വിദ്യാർത്ഥികൾക്ക് മഞ്ഞ കവറുകളിൽ നാടുകടത്തൽ നോട്ടീസ് അയച്ചു തുടങ്ങിയത്. അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ കടുത്ത പ്രതിസന്ധിയിലാണ്. ലക്ഷക്കണക്കിന് രൂപ ഫീസ് നൽകി ജർമ്മനിയിൽ പഠിക്കാനും ജോലി ചെയ്യാനും സാധിക്കുമെന്ന സർവകലാശാലയുടെ വാഗ്ദാനം വിശ്വസിച്ചാണ് ഭൂരിഭാഗം ഇന്ത്യൻ വിദ്യാർത്ഥികളും ഇവിടെ എത്തിയത്. ഇതിനോടകം 300-ലധികം വിദ്യാർത്ഥികളെ ഈ തീരുമാനം ബാധിച്ചതായും പലരും ഇന്ത്യയിലേക്ക് മടങ്ങിയതായും അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. ഞങ്ങൾ ഇത് നേരത്തെ തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ്. അതിന്റെ പരിണിത ഫലമാണ് ഇപ്പോൾ ഉണ്ടാകുന്നത്. നിയമപരമായ അനിശ്ചിതത്വത്തെ തുടർന്ന് ഈ സർവകലാശാല ബെർലിൻ കാമ്പസിലേക്കുള്ള പുതിയ അഡ്മിഷനുകൾ താൽക്കാലികമായി നിർത്തിവെച്ചിരിക്കുകയാണ്. ഇതിനിടെ കോടതി ഇടപെടലുകളും ഉണ്ടായി. ഇമിഗ്രേഷൻ വകുപ്പിന്റെ കടുത്ത നിലപാടിനെതിരെ വിദ്യാർത്ഥികളും സർവകലാശാലയും കോടതിയെ സമീപിച്ചിട്ടുണ്ട്. ബെർലിൻ ബ്രാൻഡംബുർഗ് ഹയർ അഡ്മിനിസ്ട്രേറ്റീവ് കോടതിയിൽ കേസ് നിലവിലുള്ളതിനാൽ കോടതിയുടെ അന്തിമ തീരുമാനം വരുന്നതുവരെ ഓൺലൈൻ കോഴ്സിന്റെ പേരിൽ മാത്രം പുതുതായി ആർക്കും നാടുകടത്തൽ നോട്ടീസ് അയക്കില്ലെന്ന് ഇമിഗ്രേഷൻ വകുപ്പ് ഇപ്പോൾ വ്യക്തമാക്കിയിട്ടുണ്ട്. എങ്കിലും ജർമ്മനിയുടെ ഇരട്ടത്താപ്പ് എന്ന് വേണം പറയേണ്ടിയിരിക്കുന്നു. ഇന്ത്യയിൽ നിന്നുള്ള മിടുക്കരായ വിദ്യാർത്ഥികളെയും വിദഗ്ധ തൊഴിലാളികളെയും ജർമ്മനിയിലേക്ക് സ്വാഗതം ചെയ്യുന്നുവെന്ന് ഭരണാധികാരികൾ ആവർത്തിച്ച് വ്യക്തമാക്കുന്നതിനിടയിലാണ് ഇത്തരമൊരു സംഭവം നടന്നിരിക്കുന്നത്. ജർമ്മൻ മന്ത്രിമാർ അടുത്തിടെ ഇന്ത്യ സന്ദർശിച്ച് പ്രവാസികളെ ക്ഷണിച്ച പശ്ചാത്തലത്തിൽ ഈ നടപടി ജർമ്മനിയുടെ വിശ്വാസ്യതയ്ക്ക് വലിയ തിരിച്ചടിയാണ് എന്ന് തന്നെയാണ് വിലയിരുത്തപ്പെടുന്നത്. ജർമ്മനിയുടെ ഇരട്ടത്താപ്പ് എന്താണ്? ഭരണാധികാരികളുടെ വാഗ്ദാനങ്ങൾ വെറും ജലരേഖയാകുകയാണ്. മന്ത്രിമാരുടെ വാഗ്ദാനങ്ങൾ കൃത്യം 1 വർഷം മുമ്പാണ് ജർമ്മൻ അന്നത്തെ തൊഴിൽ മന്ത്രി ഹൂബർട്ടൂസ് ഹൈൽ ബെർലിനിലെ ഫ്രീ യൂണിവേഴ്സിറ്റിയിലെത്തി ഇന്ത്യൻ വിദ്യാർത്ഥികളുമായി പ്രത്യേക കൂടിക്കാഴ്ച നടത്തിയത്. മിടുക്കരായ ആളുകളെയും സഹായിക്കുന്ന കൈകളെയും
ജർമ്മനിയിലേക്ക് സ്വാഗതം ചെയ്യുന്ന ശക്തമായ സന്ദേശം ഇന്ത്യക്ക് നൽകുകയായിരുന്നു അദ്ദേഹത്തിന്റെ ലക്ഷ്യം. അദ്ദേഹം ഇപ്പോൾ മന്ത്രിയല്ല. അതേസമയം ബെർലിൻ സെനറ്റർ ആകട്ടെ ഇന്ത്യ സന്ദർശിച്ചു. ഇതിനു പിന്നാലെ ബെർലിനിലെ സാമ്പത്തികകാര്യമന്ത്രി അതായത് സെനറ്റർ ഫ്രാൻസിസ്ക ഗിഫയും വിദഗ്ധ തൊഴിലാളികളെ ആകർഷിക്കുക എന്ന ലക്ഷ്യത്തോടെ ഇന്ത്യ സന്ദർശിച്ചു. ജർമ്മനി വിദേശികൾക്ക് അനുകൂലമായ നല്ലൊരു സന്ദേശം നൽകണമെന്നായിരുന്നു അന്ന് അവർ വ്യക്തമാക്കിയത്. അത് ശരിയാണ്. പക്ഷേ ഇതാണ് ഇവിടുത്തെ ഇരട്ടത്താപ്പ്. ഭരണാധികാരികൾ ഒരു വശത്ത് ഇന്ത്യൻ പ്രവാസികളെ പരസ്യമായി സ്വാഗതം ചെയ്യുമ്പോൾ മറുവശത്ത് ഇമിഗ്രേഷൻ വകുപ്പ് വിദ്യാർത്ഥികളെ ഇത്തരത്തിൽ നാട് കടത്താൻ നോക്കുന്നത് ജർമ്മനിയുടെ ഇരട്ടത്താപ്പാണെന്ന് പരക്കെ വിമർശനവും ഇപ്പോൾ ഉയരുന്നുണ്ട്. ഇക്കാര്യങ്ങൾ യൂറോ ന്യൂസ് അടക്കം പല അന്താരാഷ്ട്ര മാധ്യമങ്ങളും ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തു കഴിഞ്ഞു. ഇമിഗ്രേഷൻ വകുപ്പിന്റെ സ്ഥിരീകരണവും ഉണ്ടായിട്ടുണ്ട്. ബെർലിനിലെ ഇമിഗ്രേഷൻ അതോറിറ്റി വക്താവ് തന്നെ ഈ വിദ്യാർത്ഥികളുടെ വിസ നിശ്ചയിച്ച കാര്യം മാധ്യമങ്ങളോട് സമ്മതിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്റർനാഷണൽ യൂണിവേഴ്സിറ്റി ഓഫ് അപ്ലൈഡ് സയൻസ് എന്ന സ്വകാര്യ സർവകലാശാലയിൽ പഠിച്ചിരുന്ന വിദ്യാർത്ഥികൾക്ക് ഇത്തരമൊരു പ്രതിസന്ധി ഉണ്ടായപ്പോൾ സർക്കാർ പോലും കൈമലർത്തിയിരിക്കുകയാണ്. ജർമ്മൻ വിസ നിയമപ്രകാരം സെക്ഷൻ 16B സ്റ്റുഡന്റ് വിസ ലഭിക്കണമെങ്കിൽ കോളേജിൽ നേരിട്ട് പോയി പഠിക്കണമെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. അതുകൊണ്ട് തന്നെയാണ്. പക്ഷേ ഇവിടെ നടക്കുന്നത് മുഴുവൻ ഓൺലൈൻ ക്ലാസ്സുകളാണ്. അതാണ് ഇപ്പോൾ ഇമിഗ്രേഷൻ വകുപ്പിനെ ചൊടിപ്പിച്ചതും കർശന നടപടി എടുത്തിരിക്കുന്നത്. ഏതാണ്ട് 300-ലധികം ഇന്ത്യൻ വിദ്യാർത്ഥികളെ ഇത് നേരിട്ട് ബാധിക്കുകയും പലരും ഇതിനോടകം ഇന്ത്യയിലേക്ക് മടങ്ങുകയും ചെയ്യും. എന്നാൽ ഇനിയും ഇവിടെയുള്ളവരും മടങ്ങണമെന്നാണ് ഇമിഗ്രേഷൻ വകുപ്പ് അസന്നിഗ്ധമായി അറിയിച്ചിട്ടുള്ളത്. കോടതിയുടെ വിധി എന്താണെന്ന് വരാൻ കാത്തിരിക്കുക. പക്ഷേ അത് അനുകൂലമാകണമെന്ന് ഒരു നിർബന്ധവുമില്ല. ഇനിയും ഒരു കാര്യം കൂടി ഞങ്ങൾ പറഞ്ഞുകൊണ്ട് ഈ എക്സ്ക്ലൂസീവ് ഇവിടെ പൂർണ്ണമാക്കാം. ജർമ്മനിയിലേക്ക് വരാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കുക. ജർമ്മനിയിൽ ഉന്നത പഠനം ആഗ്രഹിക്കുന്നവർ സ്വകാര്യ സർവകലാശാലയിൽ ചേരുന്നതിന് മുമ്പ് ആ കോഴ്സുകൾ ജർമ്മൻ വിസ നിയമങ്ങൾക്ക് അനുസൃതമാണോ എന്ന് കൃത്യമായി ഒന്ന് അന്വേഷിക്കുക. ഗവൺമെന്റ് സർവകലാശാലകൾ തിരഞ്ഞെടുക്കുന്നതാണ് എപ്പോഴും സുരക്ഷിതം. എന്നാൽ പ്രൈവറ്റ് സർവകലാശാലകളെ അല്ലെങ്കിൽ സ്വകാര്യ സർവകലാശാലകളെ പൂർണ്ണമായും പ്രൊമോട്ട് ചെയ്യാൻ കേരളത്തിൽ ഇരുന്നും ഇവിടെ ഇരുന്നും ഒട്ടനവധി മലയാളികൾ ശ്രമിക്കുന്നുണ്ട്. ഇവർക്കൊക്കെ ഏതെങ്കിലും തരത്തിൽ പൈസ ഉണ്ടാക്കുക മാത്രമാണ് ഇവരുടെ ലക്ഷ്യം, നിങ്ങളുടെ ഭാവിയല്ല. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ളവരെ പൂർണ്ണമായും സമൂഹത്തിൽ നിന്ന് തന്നെ ഒറ്റപ്പെടുത്താനാണ് ശ്രമിക്കേണ്ടത്. പൂർണ്ണമായും ഓൺലൈൻ അല്ലെങ്കിൽ റിമോട്ടായ കോഴ്സുകൾക്ക് ജർമ്മനിയിൽ വിസ ലഭിക്കില്ലെന്ന് കൂടി ഞങ്ങൾ അസന്നിഗ്ധമായി പറയുകയാണ്. ഓർക്കുക, ഞങ്ങളുടെ വാക്കുകൾ എപ്പോഴും വിലപ്പെട്ടതായിരിക്കും. ഞങ്ങളുടെ നിർദ്ദേശങ്ങൾ കൃത്യമായിരിക്കും. ഞങ്ങൾ പറയുന്നത് റിയാലിറ്റി ആയിരിക്കും. ഇതോടെ എക്സ്ക്ലൂസീവ് ഇവിടെ പൂർണ്ണമാവുകയാണ്. നിങ്ങൾ നൽകി വരുന്ന എല്ലാവിധ പിന്തുണയ്ക്കും ഞങ്ങൾ ഹൃദയപൂർവ്വം നന്ദി അറിയിച്ചുകൊണ്ട് നമസ്കാരം.